ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. വീണ്ടും നമ്മളൊരു പുതിയ വീക്കിലാണ് അല്ലേ? എല്ലാവരും ആസ് യൂഷ്വൽ ഫുൾ എനർജിയിലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആക്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ സെഷൻ്റെ വീഡിയോയുടെ താഴെ കുറച്ച് കമൻസ് കണ്ടിരുന്നു, ഡേറ്റ ബ്രീച്ച്, ഡേറ്റ ചോർച്ചയെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവയർനെസ് തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത്. ഈ ഡേറ്റ ബ്രീച്ച് അല്ലെങ്കിൽ ഡേറ്റ ചോർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് DPDA ആക്ട് എന്ന് പറയും. 2023 ഫോം ചെയ്തതാണ്. ആ ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ആ ആക്ടിൻ്റെ ഫുൾ ഫോം. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഡേറ്റ ചോർച്ചയുമായിട്ട് അല്ലെങ്കിൽ ഡേറ്റ ബ്രീച്ചുമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു ഓവറോൾ ഒരു അവയർനെസ് തരാനാണ് ഞാൻ ഈ സെഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പദങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. ഒന്ന് ഡേറ്റ പ്രിൻസിപ്പൾ, രണ്ട് ഡേറ്റ ഫിഡ്യൂഷ്യറി. ഈ ഡേറ്റ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആരുടെ ഡേറ്റയാണ് കൊടുത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ ഒരാൾക്ക് ഞാൻ ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഡേറ്റ പ്രിൻസിപ്പൾ, എൻ്റെ ഡേറ്റയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഡേറ്റ പിന്നെ ഉള്ള പദം എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫിഡ്യൂഷ്യറി. ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ ഡേറ്റാസ് കൈമാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ ഡേറ്റ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സെക്ഷനിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ എടുക്കേണ്ടത് DPDA ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിലെ ചാപ്റ്റർ 2 സെക്ഷൻ 4 അപ്പോൾ ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി ഉണ്ടല്ലോ, ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന, ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ആ കമ്പനീസ് ആയിരിക്കാം. അപ്പോൾ ആ കമ്പനീസ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിനായിരിക്കാം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി ആ സർവീസ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വേറെ ലീഗൽ പർപ്പസ്, അപ്പോൾ അത് ആർക്കൊക്കെ അത് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ അറ്റൻഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ഓഫ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതിൻ്റെ അകത്ത് സെക്ഷൻ 4 അപ്പോൾ സെക്ഷൻ 4 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി, ഇപ്പോൾ ആരാണ് ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് അവർ ഈ ഡേറ്റ ലോഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ DPDA ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിൽ നിന്നുകൊണ്ട് മാത്രമേ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഡേറ്റാസ് മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ബോഡീസിന് മാത്രമേ ഷെയർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ല, നോർമൽ ഒരു പബ്ലിക്കിലേക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചാപ്റ്റർ 2 ഒബ്ലിഗേഷൻ ഓഫ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന ചാപ്റ്ററിൽ സെക്ഷൻ 4 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓൺലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ഓൾസോ ഫോർ ലോഫുൾ പർപ്പസ്. ലോഫുൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതം ആയിരിക്കണം. ഓക്കെ, പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഈ ഡേറ്റ പ്രിൻസിപ്പളിലെ ആരുടെ ഡേറ്റയാണോ അയാളുടെ കൺസെൻറ്റും കൂടെ എടുത്തിരിക്കണം ബിഫോർ കളക്ടിങ് ദ ഡേറ്റ. അതാണ് ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അറ്റൻഷൻ ഞാനൊന്ന് സീക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ സിബിൽ സ്കോറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡാണ്, എല്ലാ ഡേറ്റാസും ഇപ്പോൾ ഇലക്ട്രോണിക്കലി ആണ് അല്ലേ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ടിൻ്റെ പേര് തന്നെ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് തന്നെ പറയുന്നത്. അപ്പം ഈ ഒരു ആക്ടിൽ അപ്പം ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഡേറ്റ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ആരുടെ ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ലോണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഈ സിബിൽ സ്കോർ ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുറേ ഇപ്പം നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അപ്പം ഞാൻ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഈ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മൾ ടിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഈ DPDA ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതി അനുസരിച്ചാണ് അത് നമ്മളെ ഒരു കൺസെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആരുടെ ഡേറ്റയാണ് ഷെയർ ചെയ്യുന്നത് അവരുടെ കൺസെൻറ്റോട് കൂടി മാത്രമേ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി ഒരു കാര്യം കൂടി, ഈ കൺസെൻറ്റ് ഡേറ്റ പ്രിൻസിപ്പിളിൽ നിന്ന് കൺസെൻറ്റ് മേടിച്ചാൽ മാത്രം പോരാ, എന്ത് പർപ്പസിനാവും, ഫോർ വാട്ട് പർപ്പസ് ഈസ് ദ ഡേറ്റ ബീങ് പ്രോസസ്ഡ് എന്നുള്ളത് ഡേറ്റ പ്രിൻസിപ്പിളിനെ അറിയിക്കണം. ഒരാളുടെ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്ത് പർപ്പസിനാണ് അത് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത് ഡേറ്റ ഫിഡ്യൂഷ്യറി ഈ ഡേറ്റ പ്രിൻസിപ്പിളിനെ അറിയിക്കണം. ഓക്കെ,
അത് പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ 2 തന്നെ സെക്ഷൻ 5 അപ്പോൾ എന്ത് പർപ്പസിനാണ് ഡേറ്റാസ് കളക്ട് ചെയ്തിരിക്കുന്നത് വളരെ ക്ലിയറാക്കി കൊടുക്കണം ആർക്ക്, ഡേറ്റ പ്രിൻസിപ്പളിന്. അപ്പോൾ അവരുടെ ഡേറ്റ പ്രിൻസിപ്പളിൻ്റെ കൺസെൻറ്റും വേണം. അതുപോലെ തന്നെ എന്ത് പർപ്പസിനാണ് ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത് ഡേറ്റ പ്രിൻസിപ്പളിനെ അറിയിക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡേറ്റ ഫിഡ്യൂഷ്യറിയുടെ. ആരാണോ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അവരെ അത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്റർ 2 ഒബ്ലിഗേഷൻ ഓഫ് ഡേറ്റ ഫിഡ്യൂഷ്യറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് വേണ്ടത് ചാപ്റ്റർ 3ലേക്കാണ്. ചാപ്റ്റർ 3 റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഡേറ്റ പ്രിൻസിപ്പിൾ. ഓക്കെ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്, ചാപ്റ്റർ 3. അപ്പോൾ അതിൽ സെക്ഷൻ 11 പറഞ്ഞിരിക്കുക എന്തൊക്കെ റൈറ്റ്സ് ആണ് ഈ ഡേറ്റ പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നെങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് എനിക്കുള്ളത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് DPD ആക്റ്റിലെ സെക്ഷൻ 11. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഡേറ്റ ഫിഡ്യൂഷ്യറി ഡേറ്റ പ്രിൻസിപ്പളിനെ അറിയിക്കണം. എ സമ്മറി ഓഫ് പേഴ്സണൽ ഡേറ്റ ബീങ് പ്രോസസ്ഡ്. അപ്പോൾ എന്തൊക്കെ എൻ്റെ പേഴ്സണൽ ഡേറ്റാസാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്, ഡേറ്റ ഫിഡ്യൂഷ്യറി എന്തൊക്കെ എൻ്റെ ഡേറ്റാസാണ്, അല്ലെങ്കിൽ ഡേറ്റ പ്രിൻസിപ്പളിൻ്റെ ഡേറ്റാസ് എന്തൊക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കി കൊടുക്കണം ആർക്ക്, ഡേറ്റ പ്രിൻസിപ്പളിനോട്. ഓക്കെ, രണ്ടാമത് ആർക്കൊക്കെയാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനിക്കാണ്, അല്ലെങ്കിൽ ആ കമ്പനി സപ്പോസ് വേറൊരു സർവീസ് പ്രൊവൈഡറിനാണ് ഇപ്പോൾ നമ്മുടെ ഡേറ്റാസ് ഷെയർ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഡേറ്റ ഫിഡ്യൂഷ്യറി ആർക്കൊക്കെയാണ് അതിന് പുറമെ ആർക്കൊക്കെയാണ് ഇപ്പോൾ ഡേറ്റ ഫിഡ്യൂഷ്യറീസിന് ആണ് ഈ ഡേറ്റാസ് ഷെയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സേഴ്സ്. അപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കായിരിക്കാം. അപ്പോൾ അതാണ് അവിടെ വീണ്ടും ഞാൻ അറ്റൻഷൻ പറയുന്നത്, ലീഗൽ പർപ്പസിന്, ലോഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ഈ DPD ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സമ്മറി ഓഫ് പേഴ്സണൽ ഡേറ്റാസ്, ഏതൊക്കെ ഡേറ്റാസാണ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡേറ്റ പ്രിൻസിപ്പളിനെ അറിയിക്കണം. അത് ഡേറ്റ പ്രിൻസിപ്പളിനെ അറിയേണ്ട അവകാശമാണത്, റൈറ്റ്സ് ആണ്. അത് സെക്ഷൻ 11 പറയുന്നത്. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഡേറ്റാസ് കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് അറിയിക്കണം ഡേറ്റ പ്രിൻസിപ്പളിനെ. ഇപ്പം അത് അറിയാനുള്ള അധികാരമുണ്ട്. ഇപ്പം സപ്പോസ് ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് എൻ്റെ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡേറ്റ ഫിഡ്യൂഷ്യറിക്ക്. അപ്പം എനിക്ക് അവരിൽ നിന്ന് അറിയണം എൻ്റെ ഡേറ്റാസ് ആർക്കൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. DPD ആക്ട് 2023 പ്രകാരം എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് ഈ സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പേഴ്സണൽ ഡേറ്റാസ് ഷെയർ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് എൻ്റെ ഡേറ്റാസ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള അവകാശം എനിക്ക് DPD ആക്ട് പ്രകാരമുണ്ട്. ഓക്കെ, പിന്നെ ഈ DPD ആക്ട്, ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബോഡി വേണം. നമ്മൾ നേരത്തെ ബഡ്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബഡ്സ് ആക്റ്റിൽ ഫുൾ കൺട്രോളിംഗ് പവർ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കോമ്പറ്റൻ്റ് അതോറിറ്റിക്കും അതുപോലെ ഡെസിഗ്നേറ്റഡ് കോർട്ടിനുമാണ്. അതുപോലെ ഈ DPD ആക്ട് 2023 ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഫുൾ പവേഴ്സ് കൊടുത്തിരിക്കുന്നത് ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബോഡിക്കാണ്. ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് ചാപ്റ്റർ 5 ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്, ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു ചെയർപേഴ്സണും ഉണ്ടാവും, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയിലെ മെമ്പേഴ്സും ഉണ്ടാകും. അപ്പോൾ ചെയർപേഴ്സൺ ആയിരിക്കും ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഈ DPD ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, ഡേറ്റ ബ്രീച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഡേറ്റ ചോർച്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ ബോഡിയാണ്, ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ചെയർപേഴ്സണെ ആണെങ്കിലും മെമ്പേഴ്സിനെ ആണെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പരാമർശിച്ചിരിക്കുന്നത് സെക്ഷൻ 18 അതുപോലെ സെക്ഷൻ 19 ആരാണ് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അത് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഫുൾ പവേഴ്സ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, കേന്ദ്ര സർക്കാരിനാണ്. അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 18 സെക്ഷൻ 19 ഈ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 5 ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ. ഇനി നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് വേണ്ടത്, സപ്പോസ് ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി ഒരു ഡേറ്റ ബ്രീച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെയോ അല്ലെങ്കിൽ എൻ്റെയോ ഇപ്പോൾ ഡേറ്റ കളക്ട് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്റ്റിൽ പറഞ്ഞിട്ടല്ലാത്ത, ഇപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിട്ടല്ലാത്ത രീതിയിൽ വേറെ രീതിയിൽ ഇതിപ്പോൾ ഡേറ്റാസ് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെനാൽറ്റീസിനെയും അഡ്ജുഡിക്കേഷനെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട് DPDA ആക്ടിൽ. അത് പരാമർശിച്ചിരിക്കുന്നത് ചാപ്റ്റർ 8-ലാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ചാപ്റ്റർ 8 പെനാൽറ്റീസ് ആൻഡ് അഡ്ജുഡിക്കേഷൻ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് സെക്ഷൻ 33-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ഇതിങ്ങനെ ഒരു ഡേറ്റ ചോർച്ചയുമായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ 33-ൽ പറയുന്നത്, അപ്പോൾ ഈ എങ്ങനെയാണ് പെനാൽറ്റി ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് ദിസ് ബ്രീച്ച്. എത്രത്തോളം ഇത് ഈ ഡേറ്റ പ്രിൻസിപ്പളിനെ, ഈ ആരുടെ ഡേറ്റയാണോ ഷെയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്, എത്രത്തോളം അദ്ദേഹത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് ദ ബ്രീച്ച് എന്ന ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് സെക്ഷൻ 33-ൽ. രണ്ടാമതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള പേഴ്സണൽ ഡേറ്റാസാണ് ആ പർട്ടിക്കുലർ വ്യക്തിയുടേത് ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത്, ആർക്ക് ഈ നിയമാനുസൃതമല്ലാതെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എത്ര തവണ ഇത് കൈമാറിയിരിക്കുന്നു, റെപ്പറ്റീറ്റീവ് നേച്ചർ ഓഫ് ബ്രീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തത് നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് ബ്രീച്ച് ആണ്, എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത് എന്തൊക്കെ പേഴ്സണൽ ഡേറ്റാസാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്, ഡേറ്റ ഫിഡ്യൂഷ്യറി. പിന്നെ അതുപോലെ മൂന്നാമത് എന്തൊക്കെയാണ് റെപ്പറ്റീറ്റീവ്, എത്ര തവണ ഇവർ ഇത് ഷെയർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് അല്ലെങ്കിൽ ലീഗൽ പർപ്പസിന് അല്ലാതെ വേറെ ആർക്കെങ്കിലും അങ്ങനെ അവർ ഡേറ്റ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റ ചോർച്ചയാണ്. ഇതൊരു നോർമൽ പബ്ലിക്കിലേക്ക് ഇത് കൺവേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ല. കാരണം ഒരാളുടെ പേഴ്സണൽ ഡേറ്റാസ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ അല്ലെങ്കിൽ അങ്ങനെ ലീഗൽ പർപ്പസിനോ അല്ലാതെ, അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്റ്റിൽ പറയുന്നതല്ലാതെ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്താൽ അത് ഡെഫിനറ്റ്ലി ഡേറ്റ ബ്രീച്ചാണ്, ഡേറ്റ ചോർച്ച തന്നെയാണ്. കാരണം വളരെയധികം ഇമ്പോർട്ടൻസ് കേന്ദ്ര സർക്കാർ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് ഈ ആക്ട് ഫോം ചെയ്തിരിക്കുന്നത്, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് കഴിഞ്ഞ വർഷം രൂപീകരിച്ച ആക്റ്റാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഈ ആക്ട് രൂപീകരിച്ചിട്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 2023-ലാണ് ഈ ആക്ട് രൂപീകരിച്ചത്. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ 8 പെനാൽറ്റീസ് ആൻഡ് അഡ്ജുഡിക്കേഷൻ ഉണ്ടല്ലോ, ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ പല ആക്ടിലും ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഫൈൻസ് ആൻഡ് പെനാൽറ്റീസിനേക്കാളും വളരെയധികം വലിയ രീതിയിൽ, കാരണം ഇങ്ങനെ ഒരു ഡേറ്റ ബ്രീച്ചോ ഡേറ്റ ചോർച്ചയോ ഉണ്ടായാൽ വലിയ ഭീമമായിട്ടുള്ള ഫൈനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് ഒരാളുടെ പേഴ്സണൽ ഡേറ്റയ്ക്ക് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൗതുകരമായിട്ട് തന്നെയാണ് അതിനകത്ത് എനിക്കത് ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ഒരു ഹെഫ്റ്റി ഫൈൻ വേറെ ഒരു ആക്ടിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഡേറ്റ ബ്രീച്ച്, ഒരു ഡേറ്റ ചോർച്ച ഉണ്ടായാൽ ഈവൻ മാക്സിമം 250 കോടി 250 crores വരെ വേണമെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം ഈ ആക്ട് പ്രകാരം, 250 crores വരെ. അപ്പോൾ അതിൻ്റെ ആഴം, അതിൻ്റെ ഡെപ്തൊക്കെ മനസ്സിലാക്കി അത് വേണമെങ്കിൽ 250 കോടി രൂപ വരെ വേണമെങ്കിൽ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യാം ഈ DPDA ആക്ട് 2023 പ്രകാരം. അങ്ങനെ ഒരു ഡേറ്റ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്നത് DPDA ആക്ട് 2023 തന്നെ ഷെഡ്യൂൾ സെഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 250 crores വരെ പെനാൽറ്റിയും ഫൈനും കിട്ടാവുന്ന കുറ്റമാണ് ഈ ഡേറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. കാരണം ഒരാളുടെ പേഴ്സണൽ ഡേറ്റാസ് എടുത്തുകൊണ്ട് ഉള്ള അധികാരം ഗവൺമെൻറ് ഏജൻസീസിനും അതുപോലെ ലീഗൽ പർപ്പസിനും അല്ലാതെ, ലോഫുൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലീഗൽ പർപ്പസും അല്ല, ഈ പ്രൊവിഷൻസിൽ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിൽ പറഞ്ഞിരിക്കുന്ന രീതി അല്ലാതെ അല്ലാത്തൊരു പക്ഷം ഉപയോഗിക്കുന്നെങ്കിൽ അത് ഡേറ്റ ബ്രീച്ചാണ്, ഡേറ്റ ചോർച്ചയാണ്, ഹെഫ്റ്റി പെനാൽറ്റിയാണ് അതിൽ DPDA ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈവൻ മാക്സിമം 250 crores. കാരണം വേറെ ഒരു ആക്ടിലും ഇത്രയും വലിയ ഒരു പെനാൽറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു ഡേറ്റ ബ്രീച്ച് അല്ലെങ്കിൽ ഒരു ഡേറ്റ ചോർച്ച നിങ്ങൾക്കുണ്ടായെന്ന് സപ്പോസ് വിചാരിക്കുക. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ ഫുൾ കൺട്രോളിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം വളരെ എളുപ്പമാണ് കാര്യങ്ങളെല്ലാം. ഇന്നിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺസേൺ അറിയിക്കുന്നതിന് വേണ്ടി ഇപ്പം സപ്പോസ് ഇപ്പോൾ ഡേറ്റ ബ്രീച്ച് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലിൽ ഇപ്പോൾ എല്ലാ മിനിസ്ട്രീസും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കണക്റ്റഡാണ്. അപ്പോൾ നമ്മുടെ കൺസേൺ വേണമെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ റേസ് ചെയ്യാം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലിൽ നിന്ന് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെയധികം ഈസിയാണെന്ന് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ ഒരു കംപ്ലയിൻറ്റ് അതിപ്പം ജെന്യുവൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവരുടെ ഡേറ്റ ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആക്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു കൺസേൺ വളരെയധികം ഒരു പ്രയോറിറ്റിയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സർക്കാർ അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ആമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ആക്റ്റിൽ പറയുന്നതും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ DPDP ആക്റ്റിൽ, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ സിറ്റിസൻസിന് കൊടുത്തിരിക്കുന്നത്. കാരണം പേഴ്സണൽ ഡേറ്റാസ് ആരുടെയും ഒരു ബ്രീച്ച് ഉണ്ടാകാൻ പാടില്ല, ഒരു ചോർച്ചയും ഉണ്ടാകാൻ പാടില്ല. അതൊരു പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അത് അതാത് വ്യക്തികളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. അതൊരു പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തോന്നാം ഇപ്പം ലീഗൽ പർപ്പസിനോ അല്ലെങ്കിൽ പ്രൊവിഷൻസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന് യൂസ് ചെയ്യാമെന്നല്ലാതെ വേറെ ആർക്കും അത് യൂസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാം ക്ലാരിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം. ഹോപ്പ്ഫുള്ളി ഇതൊരു നല്ലൊരു അവയർനെസ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. എന്തായാലും ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി കമൻസിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും സെഷനിൽ ക്ലാരിഫൈ ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഒരു പുതിയൊരു വീക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വീക്ക് തന്നെ ആശംസിക്കുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.